രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പൊ വൈകുന്നേരമായി, ഇതുവരെ ഒരു മൃഗത്തിന് പോലും കണ്ടിട്ടില്ല. ഇതിലും ഭേദം നമുക്ക് വല്ല സൂയിലും പോകുന്നതായിരുന്നു. കാണുമെന്നേ, തീർച്ചയായും കാണും. അതാ അവിടെ കാടനങ്ങുന്നത് കണ്ടോ? മിക്കവാറും അത് പുലിയായിരിക്കും. പൊളിച്ചടുത്തല്ലോ പുലിയോ? പുലി നമ്മളെ പിടിച്ചാൽ നമുക്ക് പ്രശ്നാവില്ലേ? എന്റെ അമ്മോ ചട്ക, നിങ്ങൾ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യൂ. ഒരു പക്ഷേ ആ പുലി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഞാൻ എന്റെ ഈ തോക്കൊണ്ട് അതിനെ ഷൂട്ട് ചെയ്യും. ഓക്കേ, അത് നോക്ക്, അത് കണ്ടോ? ഇതിനെയാണ് ജീപ്പ് എന്ന് പറയുന്നത്. ജീപ്പ്. ഇതിലാണ് മനുഷ്യന്മാര് കാടൊക്കെ ചുറ്റി കാണാൻ വേണ്ടി വരുന്നത്. എടോ, ഇതാണോ നീ പറഞ്ഞ ടൈഗർ? എന്തിനാ കാലത്തൊട്ട് നീ ഞങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കുന്നത്? മര്യാദക്ക് ഞങ്ങളുടെ പൈസ തിരിച്ചു തരാനാ പറഞ്ഞത്. ഇതുവരെയായിട്ട് താൻ ഒരു മൃഗത്തിനെയും കാണിച്ചിട്ടില്ല. നോക്ക്, ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് കണ്ടോ? എനിക്ക് തോന്നുന്നു ആനക്കൊണ്ട മരത്തിലുണ്ടെന്ന്. നോക്ക് നോക്ക് നോക്ക്, പക്ഷികൾ പറക്കുന്നത് കണ്ടോ? പൊളിച്ചടുത്തല്ലോ അനക്കോണ്ടയോ? അനക്കോണ്ട നമ്മളെ പിടിച്ചാ നമ്മുടെ കാര്യം പോക്കാണ്. മമ്മി, രക്ഷിക്കണേ. എന്തിനെങ്ങനെ കിടന്ന് നിലവിളിക്കുന്നേ? അത് കാണുമെന്നേ, തീർച്ചയായും കാണും. നമ്മുടെ സമയം നല്ലതാണെങ്കിൽ കങ്കാൾ ഡൈനോസറിനെ വരെ കാണാൻ പറ്റും. എന്റെ അമ്മോ, അതെന്താണ് ഈ കങ്കാൾ ഡൈനോസർ? പറയൂ. അത് ഡൈനോസറിന്റെ അസ്ഥികൂടമാണ്. അത് രാത്രി മുഴുവൻ കിടന്നുറങ്ങും. പിന്നെ സൂര്യന്റെ ആദ്യത്തെ കിരണം ഭൂമിയിൽ പതിക്കുമ്പോൾ അതിന് ജീവൻ വെച്ച് വരും. താനെന്താണോ മൃഗങ്ങളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്നിട്ടാണോ ഞങ്ങളോട് ഓരോന്ന് ഇങ്ങനത്തെ കഥകൾ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നത്? അത് ഞാൻ സത്യമാ പറയുന്നേ. കങ്കാൾ ഡൈനോസർ ഉണ്ട്, പക്ഷെ കുറച്ച് ആൾക്കാർക്ക് അതിനെ കാണാൻ കഴിയൂ. ഞാൻ കേട്ടിട്ടുണ്ട് അതിന് വെള്ളം കുടിക്കാൻ കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ അത് ഒരുപാട് വളർന്നു വലുതാകും. എല്ലാരും ടെന്റ് ഒന്ന് പിടിക്കേ, നല്ല ശക്തമായ കാറ്റിൽ ഇത് പറന്നു പോകും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഇങ്ങനെ പോയ ഈ ടെന്റിന്റെ പുറത്ത് മഞ്ഞും കൊണ്ട് നിലാവെളിച്ചത്ത് കിടക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. ഇവിടെ അങ്ങ് ഒരു സമൂസ പോലും കഴിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊളിച്ചടുത്തല്ലോ, ഇവിടെ ജീവൻ തന്നെ ആപത്തിലാണ്. അപ്പോഴാണ് ഇവന് സമോസ കഴിക്കാൻ ഒരു ആഗ്രഹം. കണ്ടില്ലേ, കൺകാൽ ഡൈനോസറിന് അവസാനം കണ്ടുകിട്ടി. ആ ഗൈഡ് പറഞ്ഞത് സത്യവാ. എന്റെ രോഗികളാണ് സത്യം. ഇതിനെങ്ങാനും ജീവൻ വെച്ചാലുണ്ടല്ലോ, പിന്നെ നമ്മുടെ പൊടി പോലും കാണില്ല. ആ ഗൈഡ് നമ്മളെ വിഡ്ഢിയാക്കാൻ ശ്രമിച്ചതാ. എന്റെ മനസ്സ് പറയുന്നു നമുക്കല്ല ഇവിടെ തന്നെ അങ്ങ് കൂടാം. എന്ത് മനോഹരമായ സ്ഥലമാണ്. നിങ്ങളൊക്കെ കേൾക്കുന്നില്ലേ കാറ്റിന്റെ ശബ്ദം? എന്ത് മനോഹരമാണെന്ന്. പുതിയൊരു ലോകം നമുക്ക് മുൻപിൽ ഉണ്ടാകുന്നത് പോലെ. ഇത് പുതിയ ലോകമൊന്നല്ല, ഡൈനോസോറിന് ജീവൻ വെക്കുന്നതാ. ഓടിക്കോ. ഇതിലിപ്പോ ഓടാൻ എന്തിരിക്കുന്നു? പുതിയ ലോകത്തിനും ജനിച്ചു വീഴാനുള്ള അവകാശമില്ലേ ഈ ലോകത്ത്? എന്തിനാ കിടന്നിങ്ങനെ ഓടുന്നത്? മമ്മി, രക്ഷിക്കണേ. ഇത് ഡൈനോസറിന്റെ ഭൂതമാണല്ലോ. എന്റെ അമ്മോ, ദൈവമേ, കൈതൊഴാൻ കേക്കുമാറാകണേ. വേഗം എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്? ഐഡിയ. മോട്ടോ ഗൈഡ് പറഞ്ഞായിരുന്നു ആ മലയ്ക്ക് മുകളിൽ ഒരു സമൂസയുടെ കടയുണ്ടെന്ന്. സമൂസ ഒളിച്ചേ! സമൂസ
ഇപ്പൊ സമൂസയുടെ കാര്യം വിട്. ദേ അങ്ങോട്ട് നോക്ക്, അവിടെ ഒരു ഗുഹയുണ്ട്. അവിടെ പോയി ഒളിച്ചിരിക്കാം. ഡൈനോസോർ വരുന്നുണ്ട്. ഓടിക്കോ മോട്ടു, അകത്തേക്ക് വാ. പത്തിലു ആ ഗൈഡ് പറഞ്ഞതുപോലെ സമൂസയുടെ കട ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. വരൂ, നമുക്ക് അന്വേഷിക്കാം. പൊളിച്ചടുത്തല്ലോ. ആ ഡൈനോസർ തപ്പങ്ങ് എത്താറായി. നമ്മളിപ്പോ എല്ലാരും അകത്തേക്ക് കേറിയിട്ടില്ലെങ്കിൽ മോട്ടു അത് നിന്നെ സമോസയാക്കി തിന്നുകളയും. മോട്ടു അകത്തേക്ക് വാ. പത്തിലു, സമൂസയുടെ കട എവിടെയാ ഉള്ളതെന്ന് വേഗം പറ. പത്തിലു, നമുക്ക് പുറത്തേക്ക് പോകാം. സമൂസയുടെ കട പുറത്താ ഉള്ളത്. മോട്ടു ഓടിക്കൊണ്ടേ ഇരിക്കെ. ജീവനുണ്ടെങ്കിൽ പിന്നെ അല്ലേ സമൂസയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. വരൂ, അകത്തേക്ക് വരൂ ഡൈനോസർ ചേട്ടാ. ഞങ്ങളെ കഴിക്കുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. എന്റെ അത്തിപ്പാറ പറ്റിയ ഞാനിതാ പോകുന്നത്. പൊളിച്ചടുത്തല്ലോ. എന്റെ അമ്മോ. ഡൈനോസർ എന്നെ വിഴുങ്ങി. ഇപ്പോഴേ മരിക്കേണ്ട പ്രായമാണോ എനിക്ക്? പത്തിലു, എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? അവിടെ ഇരുന്ന് മോങ്ങാതെ വേഗം താഴേക്ക് ഇറങ്ങ്. പുറത്തേക്ക് എങ്ങനെ വരാനാ? ഡൈനോസർ എന്നെ വിഴുങ്ങിയില്ലേ? വിളിച്ചേ. ഞാനിത് ഇപ്പോഴാ ഓർത്തത്. ഇതിന് നമ്മളെ വിഴുങ്ങാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ ഇങ്ങനെ പേടിച്ചോടിയത്? പക്ഷെ അതിന് നമ്മളെ ചവച്ചു തിന്നാനൊക്കെ പറ്റും. അതിന്റെ പല്ല് കണ്ടോ നിങ്ങള്? നിന്നാ പിന്നെ എനിക്ക് ഒരിക്കലും ഓടാൻ പറ്റില്ല. അതെ, എന്റെ കാലിൽ നിങ്ങൾ രണ്ടുപേരും തൂങ്ങിയതും പോരാഞ്ഞിട്ട് എന്നിട്ടിപ്പോ എന്റെ പിന്നാലെ ഡൈനോസർ കൂടെ വരുന്നു. ഇതെന്നെ വേണ്ട. വേണ്ട. ഇത് സത്യാണോ അതോ സ്വപ്നാണോ? ഇന്ന മോട്ടു കഴിക്ക. അല്ല, കൊള്ളാലോ. പൊളിച്ചേ. ഡൈനോസർ ചേട്ടാ വരൂ. ഞാനൊന്ന് കാണട്ടെ നിന്റെ ഒരു ഉശിര്. എന്റെ അമ്മോ, സൂപ്പർ. പൊളിച്ചേ, പൊളിച്ചേ, പൊളിച്ചേ. മോട്ടു ചിങ്കം. ഈ ചിങ്കത്തിന്റെ നടന്ന് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. മര്യാദക്ക് അവിടെ നിന്നോ, അല്ലെങ്കിൽ
നമുക്ക് ഇവിടുന്ന് വേഗം പോകാം. ഇത് കഴിഞ്ഞാ പിന്നെ അതിന് പിന്നെയും ജീവൻ വരും. അത് തന്നെ നല്ലത്, നമുക്ക് പോകാം. വല്ലാണ്ട് ദാഹിക്കുന്നു. പാവം ഡൈനോസർ, അതിനും ദാഹിക്കുന്നുണ്ടാവും. അതിനും കുറച്ച് വെള്ളം കൊടുത്തേക്കാം. വേണ്ട വേണ്ട, അതിന് വെള്ളം കൊടുക്കരുത്. എന്റെ മോട്ടു ഗൈഡ് പറഞ്ഞതല്ലേ ഇതിന് വെള്ളം കൊടുത്തു കഴിഞ്ഞാ ഒരുപാട് വലുതാവോന്ന്. എന്റെ മോട്ടു, നീ എന്തായി ചെയ്തത്? അതെ വലിയേട്ടാ, ഈ പൂവിന്റെ ബൊക്കെയൊക്കെ ആയിട്ട് ഇത് എങ്ങോട്ടാ പോകുന്നത്? ഓയ്, എന്റെ ഒരു കൂട്ടുകാരൻ പുതിയൊരു കട തുടങ്ങി. ഞാൻ അവന്റെ അടുത്തേക്ക് പോവാണ്. ഇതെന്ത് ബൊക്കയാ ഇത്? ഇതിലൊരു റോസാപ്പൂ പോലും കാണുന്നില്ലല്ലോ. പൊളിച്ചെടുത്തല്ലോ. പൂവിനൊക്കെ എന്താണ് ഇപ്പൊ വില? മാത്രമല്ല മാർക്കറ്റിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. ഐഡിയ. മോട്ടു, നമുക്ക് ഈ റോസാപ്പൂവിന്റെ ബിസിനസ് തുടങ്ങിയാലോ? പൊളിച്ചെടുത്തല്ലോ. റോസാപ്പൂ വളർത്തുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ മരുന്നുണ്ട്, അതൊഴിക്കാം. അപ്പൊ അതില് വലിയ വലിയ റോസാപ്പൂക്കൾ ഉണ്ടാവും. പൊളിച്ചേ! വലിയ റോസൊക്കെ ആവുമ്പോ നമുക്കും അതിനനുസരിച്ച് പൈസയും കൂടുതൽ മേടിച്ചൂടെ? വരൂ, എന്നാ നമുക്ക് ഈ ബിസിനസ് തുടങ്ങിക്കളയാം. ഇതാണ് ഞാൻ പറഞ്ഞ മരുന്ന്. ഇത് അതിൽ ഒഴിക്കണം. വെറും 2 തുള്ളി മാത്രം ഒഴിച്ചാ മതി. പിന്നെ നോക്കിക്കോ, വലിയ റോസാപ്പൂക്കൾ ഉണ്ടാവുന്നത്. തരൂ, ഞാൻ ഒഴിക്കാം. ആ? നീ എന്താണ് ഈ കാണിക്കുന്നത്? മുഴുവൻ മരുന്നും അതിൽ ഒഴിക്കാൻ പാടില്ല. അത് പിന്നെ കൂടുതൽ ഒഴിക്കുമ്പോ പൂവിന്റെ വലുപ്പവും കൂടുമല്ലോ. അങ്ങനെയല്ലേ വലിയേട്ടാ? ആർക്കറിയാം ഇതൊക്കെ ശരിയാവോ ഇല്ലയോന്ന്? ഇതൊക്കെ നാളെ രാവിലെ അല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തൊരു നല്ല സുഗന്ധമാണ് ഈ വരുന്നത്. പൊളിച്ചെടുത്തല്ലോ. ഇലട്ട് വിളമ്പാൻ തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്കും ആഹാരം കഴിക്കാൻ വന്ന് തുടങ്ങി. നാളെ രാവിലെ കാണാം. വസ്തുലു, കൊള്ളാം കൊള്ളാം. ആദ്യമായിട്ടാ ഡോക്ടർ ജഡ്കയുടെ മരുന്ന് ഉപയോഗപ്രദമാവുന്നത്. ഇത്രയും വലിയ റോസാപ്പൂ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. എന്താണ് സംഭവിക്കുന്നത്? എന്റെ മോട്ടു, നീ ആ ഡോക്ടർ ജഡ്കയുടെ മരുന്ന് മുഴുവൻ എടുത്ത് ഒഴിച്ചില്ലേ? അതിന്റെ ഫലമാണ് ഇത്. ബോക്സറേട്ടാ, നിങ്ങൾ ആ ചെടികളെ ഒന്ന് നിർത്ത്. എന്ത്? ഈ ചെടികൾ എങ്ങനെയാ നടക്കുന്നേ? വല്ല റോബോട്ടും ആണോ? കൂട്ടുകാരെ ആക്രമിക്കൂ! നിങ്ങളെ ഞാൻ വിടാൻ പോകുന്നില്ല. ഡോക്ടർ ജഡ്ക,
എന്റെ അമ്മോ, ഒരു സാധാരണ റോസ് പൂച്ചെടി കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും എന്തിനങ്ങനെ പേടിക്കുന്നത്? ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം വന്നോളൂ. ആ, ചിങ്കൻ സാറേ, നിങ്ങൾ ഈ മരുന്ന് ആ ചെടിയുടെ പുറത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിക്കണം, എന്നാലേ അത് ചെറുതാവുകയുള്ളൂ. why fear when Chingam is here? ഈ മരുന്നിനൊന്നും ഒരു ആവശ്യവുമില്ല. എന്റെ കഴിവ് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് കാണാം. ആ. Hey, stop! Stop in the name of law. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. എന്റെ അമ്മ, അമ്മച്ചി, എന്റെ അമ്മ, ഈ റോസ്റ്റഡ് ഗ്യാങ് മൊത്തം ആപത്താണല്ലോ. എന്റെ രോഗികളാണ് സത്യം, ഞാൻ അതിനെ വെറുതെ വിടില്ല. കൂട്ടുകാരെ, ശത്രു ആകാശത്തോട് ആക്രമിക്കാൻ വരുന്നു. കൗണ്ടർ അറ്റാക്ക്. അതെ, ഞങ്ങളൊക്കെ മനുഷ്യരാണ്. ഒരു സാധാരണ റോസിന്റെ മുള്ളു കണ്ട് പേടിക്കുന്നവരല്ല. അതേ കൂട്ടുകാരെ, മനുഷ്യരുടെ ശക്തി എന്താണെന്ന് ആ പൂക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ ഒരുമിച്ച് നിന്ന് അവറ്റകളേക്ക് തോൽപ്പിച്ചിട്ട് വരാം. ആക്രമിക്കൂ, ആക്രമിക്കൂ. ഓടിക്കൂ. എന്റെ അമ്മോ, വലിയേട്ടാ. അത് കണ്ടോ? ഒരു റോസ് ചെടി നടു റോട്ടിൽ കിടക്കുന്നത് കണ്ടോ? അതെ, റോസ് ചെടി പിടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ നിരപരാധിയാണ്. എന്നോട് ക്ഷമിക്കൂ. എനിക്ക് ഏതായാലും നിന്നെ വിടാൻ ഉദ്ദേശമില്ല. പൊളിച്ചെടുത്തല്ലോ. ഇത് ശരിക്കും ചീറ്റിംഗ് ആണ്. മമ്മി രക്ഷിക്കണേ. ഈ ഡാർട്സ് എന്റെ മരുന്നിൽ മുക്കിയെടുത്തതാണ്. ഇത് ആ ചെടികളുടെ ഒക്കെ തണ്ടി കൊണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ചെറുതായി പൊയ്ക്കോളും. ആക്രമിക്കൂ കൂട്ടുകാരെ. മോട്ടു, എന്തെങ്കിലും ചെയ്യ. എത്ര നേരാന്ന് വെച്ചാ അങ്ങനെ പിടിച്ചോണ്ട് നിക്കുക. നമ്മുടെ ഡാറ്റ്സ് മുഴുവനും തീർന്നു കഴിഞ്ഞിരിക്കുക. അതേ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. ഇന്നാ പിടിച്ച മോട്ടു, സമോസ കഴിച്ച് പണി തുടങ്ങിക്കോ. പൊളിച്ചേ. കൂട്ടുകാരെ, അവൻ ഇവിടേക്ക് എത്താൻ പാടില്ല. അറ്റാക്ക്. അമ്മേ, സോറി. പൊളിച്ചേ. മമ്മി. എന്റെ അമ്മോ, കൂട്ടുകാരെ, ശത്രുക്കൾ മുന്നിൽ തന്നെ ഉണ്ട്. അറ്റാക്ക്. മോട്ടു, നീ എന്താ ഈ
ചെയ്തത്